വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും വൻപയറും കൊണ്ടുള്ള എരിശ്ശേരിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ 1/2 കിലോ ചെറുതായി അരിഞ്ഞെടുത്തത്, വൻപയർ 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിലെടുത്തതാണ്. 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1 കപ്പ് നാളികേരം ചിരകിയത്, ഇത് വറുത്തെടുക്കാനാണ്. 5-6 ഉള്ളി, 2 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 4 ഉണക്കമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് പയറിടാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേകുന്നതിന് ആവശ്യമായ വെള്ളം എന്നിവ ചേർത്ത് പയർ പകുതി വേവാകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. പയർ പകുതിയിലധികം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ അരിഞ്ഞത് ഇടാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം അടിയിലുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി മത്തങ്ങ ഇട്ടതിന് ശേഷം ഒറ്റ വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1/2 കപ്പ് നാളികേരം ഇടാം. ഇരിക്കുന്ന ജീരകം ഇടാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ മത്തങ്ങയും പയറും കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും പയറും ഒരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടാം. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി എരിശ്ശേരിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ മത്തങ്ങയ്ക്ക് അല്പം മധുരം കുറവാണ്. അപ്പോൾ അതുകാരണം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ ഇതിൻ്റെ സ്വാദ് ഇരട്ടിക്കും. പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചിടാം. ഇപ്പോൾ അരപ്പൊക്കെ ഇതിൽ നന്നായി പിടിച്ചു. 2 മിനിറ്റ് കിടന്ന് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കൃത്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക്, നാളികേരം എന്നിവ വറുത്തിടാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം.
ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുകിടാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഇടാം. കറിവേപ്പില ഇടാം. നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് നാളികേരം ഇതിലേക്ക് ഇടാം. ഇനി ഈ നാളികേരം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോൾ നാളികേരം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. അല്പം കൂടി കഴിഞ്ഞാൽ നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇടാം. ഇപ്പോൾ നാളികേരം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എരിശ്ശേരിയിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇവിടെ തയ്യാറായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.